ഹായ് ഡിയോസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ 93 വരെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞതിൽ 90th ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കോൺകേവ് മിറർ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞു പോയത്. തെറ്റാണ്. ആക്ച്വലി ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഞാൻ അതിന്റെ കമന്റ് സെക്ഷനിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സെക്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ ഇമേജ് ആണ് കോൺകേവ് ലെൻസിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 94 മുതലേക്ക് ഡിസ്കസ് ചെയ്യാം. what type of mirror produce a magnification of +1? +1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ സൈസ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും സെയിം ആയിരിക്കും. +1 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇറക്റ്റ് ആണെന്നാണ്. അപ്പൊ ഇറക്റ്റ് ആൻഡ് സെയിം സൈസും സെയിം ഹൈറ്റും ഉള്ള ഇമേജും ഒബ്ജക്റ്റും ഫോം ചെയ്യുന്ന കേസ് ഏതാ? പ്ലെയിൻ മിററിലാണ്. പ്ലെയിൻ മിററിൽ നമ്മൾ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് കാണുന്നത്. അതുപോലെ എപ്പോഴും ഇമേജിന്റെ ഹൈറ്റ് തന്നെയായിരിക്കും ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. അപ്പം 94 ആണ് കറക്റ്റ് ആൻസർ. ഇഫ് എ പേഴ്സൺ നിയർ പോയിന്റ് 25 ആണ്, ബട്ട് ഫാർ പോയിന്റ് ഈസ് നോട്ട് ഇൻഫിനിറ്റി, അങ്ങനെയാണ് ആ കേസിന് നമ്മൾ പറയുന്ന പേരെന്താ? മയോപ്പിയ. വിച്ച് among the following is a pure form of carbon? ഏതാണ്? ഡയമണ്ട് ആണ്. വിച്ച് among the following is a densest metal of earth? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? ഓസ്മിയം. അടുത്തൊരു പ്രോബ്ലം ആണ്. an object of mass 10 kilogram is allowed to fall the ground from a height of 20 meter. How long will it take to reach the ground? അപ്പം നമ്മള് മാസ് തന്നിട്ടുണ്ട് 10 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹൈറ്റ് തന്നിട്ടുണ്ട് 20 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ടൈം ആണ്. ആൻഡ് ഓൾസോ ആക്സിലറേഷൻ ജി തന്നിട്ടുണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്, സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം ഇത് എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണ്? ഇതൊരു ഫ്രീലി ഫോളിംഗ് ബോഡി, ഫ്രീലി ഫോളിംഗ് മോഷൻ ആണ് അല്ലെ? ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ ആണെങ്കിൽ അവിടെ മാസ് ഡിപ്പെൻഡ് ചെയ്യുമോ ആ മോഷന്? ഇല്ല, മാസ് ഇൻഡിപെൻഡന്റ് ആണ് ഫ്രീ ഫോളിന്. സോ നമുക്ക് മാസിന്റെ ആവശ്യമേ ഇവിടെ ഇല്ല, നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? എച്ചും ടിയും ജിയുമുള്ള എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് 8t സ്ക്വയർ. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഫൈനൽ വെലോസിറ്റി ചോദിച്ചിട്ടില്ല. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ. എസ് എത്രയായിരുന്നു? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 മീറ്റർ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് വെട്ടിപ്പോവും 5. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 20/5, അതായത് 4. സോ ടി ഈസ് ഈക്വൽ ടു √4 2 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ? അത് ഓപ്ഷൻ സി ആണ്. ബ്രിങ്ങിങ് എ ചാർജ്ഡ് റോഡ് നിയർ ദ ന്യൂട്രൽ മെറ്റൽ റോഡ്. ന്യൂട്രൽ മെറ്റൽ റോഡിന് അടുത്തേക്ക് ഒരെണ്ണത്തിനെ കൊണ്ടുവരുന്നതാണ്, ചാർജ്ഡ് റോഡിനെ കൊണ്ടുവരുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷന്റെ എക്സാമ്പിൾ. വിച്ച് ഫാക്ടർ അഫക്ട്സ് ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട്? ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് റെയിൻ ഡ്രോപ്പ് എന്തിന്റെ ഉദാഹരണമാണ്? സർഫസ് ടെൻഷന്റെ എക്സാമ്പിൾ ആണ്. Which of the following statement are correct for cathode rays? Cathode ray ഇതിന് cathode rayക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണല്ലേ? കാഥോഡ് റേ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ദേ ആർ അൺഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണോ? അല്ല, ദേ ആർ ഡിഫ്ലക്റ്റഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡും വരുമ്പോൾ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും കാഥോഡ് റേസ്. അപ്പൊ സെക്കൻഡ് റോങ് ആണ്. എവിടെ പോയി? സെക്കൻഡ് റോങ് ആണ്. Then third, the characteristics of the cathode rays do not depend upon the material of electrode. ശരിയാണ്. ഗ്യാസിനെ മാത്രമേ, ആ ഡിസ്ചാർജ് ട്യൂബിലുള്ള ഗ്യാസിനെ മാത്രമേ കാഥോഡ് റേസ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഇലക്ട്രോണിന്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ 1 and 3 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചൂസ് ചെയ്യാനാണ്. ഓൾ ഐസോടോപ്പ് ഓഫ് എ ഗിവൺ എലമെന്റ് ഷോ ദ സെയിം ടൈപ്പ് ഓഫ് കെമിക്കൽ ബിഹേവിയർ. ശരിയാണ്. ഒരേ ഐസോടോപ്സ് ആണെങ്കിൽ അവർ സെയിം കെമിക്കൽ ബിഹേവിയർ ആയിരിക്കും, പക്ഷെ ഫിസിക്കൽ ബിഹേവിയർ ആയിരിക്കില്ല. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് എന്താ? ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ആറ്റം ആർ കൺട്രോൾഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റം. അതും കറക്റ്റ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഒരു ആറ്റത്തിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്താ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഏതാണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ ആൻഡ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കറക്റ്റ് ആണ്. ഇനി 104. The pH of 10⁻⁻² molar H2SO4 is. pH ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? -log
എച്ച് പ്ലസ്. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എത്രയാണ് തന്നിരിക്കുന്നത്? 10⁻². സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? പവറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അതായത് ലോഗ് a⁻b എന്ന് പറയുന്നത് എന്താ? b log a മൈനസ് ഓഫ് -2 log 10 is equal to 2 into log 10 എത്ര? 1. അപ്പൊ ആൻസർ 2, ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹോമോജീനിയസ് മിക്സ്ചർ? ഹോമോജീനിയസ് മിക്സ്ചർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? സോഫ്റ്റ് ഡ്രിങ്ക്സിലെ ഐസ് ക്യൂബ്. ഐസ് ക്യൂബ് ഇടുന്ന സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഓൾറെഡി സോഫ്റ്റ് ഡ്രിങ്ക് ഒരു മിക്സ്ചർ ആണ്, ഐസ് ക്യൂബ് രണ്ടാമത്തെ മിക്സ്ചർ ആണ്. സ്റ്റീല്, ബ്രൈന്, വിനാഗർ, ഈ സൊല്യൂഷൻസ് എല്ലാം എന്താ? ഹോമോജീനിയസ് ആണ്. A gun of mass 10 kilogram fires a bullet of mass 0.05 kilogram with a muzzle velocity of 500 meter per second. What is the recoil velocity of the gun? സോ ഇത് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ചിട്ട് ഇത് ഞാൻ സ്മോൾ ലെറ്റർ എമ്മും ബിയും കൊടുത്തിരിക്കുന്നത് ബുള്ളറ്റിന്റെ മൊമെന്റം ആണ്. ക്യാപിറ്റൽ ലെറ്റർ എമ്മും ബിയും ഗണ്ണിന്റെ മൊമെന്റം ആണ്. അപ്പൊ ബുള്ളറ്റിന്റെ മൊമെന്റവും ഗണ്ണിന്റെ മൊമെന്റവും ഈക്വൽ ആണ് എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ മാസ് ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് 0.05 ആണ്. ബുള്ളറ്റിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 500 meter per second ആണ്. ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ഗണ്ണ് 10 into v. റിക്കോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ v is equal to 0.05 into 500 divided by 10. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 into 5 25, 250, 2 പോയിന്റ് മാറ്റിയിടുമ്പോ 0.25 അല്ലേ? ടു പോയിന്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങോട്ട് നോക്കണേ. ഇതൊക്കെയാണ് നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. പോയിന്റ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ 500 2.5 meter per second. അത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Which among the when the body vibrates under a periodic force, the vibration of body is always same as the frequency as the periodic force. സോണാറിന്റെ ഫുൾ ഫോം എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഓപ്ഷൻ ബി. Assertion and reason. Magnetic line of force do not intersect each other. ഇന്റർസെക്ട് ചെയ്യില്ല, അതറിയാം അല്ലെ? അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ എന്ന് പറയുന്നത് at a point of intersection the magnetic field will have no two direction. ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഇങ്ങനെ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അവർ ഇന്റർസെക്ട് ചെയ്യാത്തത്. അപ്പൊ എന്താ? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. Which among the following is an acidic solution of hydrolysis? നമുക്കറിയാം അല്ലെ? NH4Cl. Which among the following is the most abundant element in the universe? ആരും തെറ്റിക്കത്തില്ലായിരിക്കും. ഹൈഡ്രജൻ. Which of the following species has an odd electron octet? അതിന്റെ ആൻസർ നൈട്രജൻ മോണോക്സൈഡ് ആണ്. നൈട്രജൻ മോണോക്സൈഡിന് ഓൾറെഡി 5 ഉണ്ട്. ദെൻ ഇലക്ട്രോൺ ഓക്സിജനിൽ നിന്ന് 2 എണ്ണം കൂടെ മേടിക്കുമ്പോൾ 7 വരും. ദെൻ ഒരു ഒരെണ്ണം റിമൈനിങ് ആയിട്ട് ഓഡ് ഇലക്ട്രോൺ octet ആയിരിക്കും. Which among the following metal can displace hydrogen from mineral acid? മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? ഹൈഡ്രജനേക്കാളും ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജന്റെ മോളിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? സിങ്കും മഗ്നീഷ്യവും മോളിലാണ്, സിൽവറും കോപ്പറും താഴത്താണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. 2 and 3. ഓപ്ഷൻ സി. 115. Question. What happens when the ferromagnetic material is heated above Curie temperature? Curie ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. A cylindrical object with a density of 0.8 gram centimeter cube is partially submerged in water. If the volume of the object is 0.5 meter cube, what is the magnitude of the buoyant force acting on it? buoyant force കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. buoyant forceന്റെ ഇക്വേഷൻ FB is equal to rho v ആണ്.
റോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പക്ഷെ റോ തന്നിരിക്കുന്നത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ്, വോളിയം മീറ്റർ ക്യൂബിലും, ആൻസർ വന്നിരിക്കുന്നത് ന്യൂട്ടണിലാണ്. അപ്പൊ നമ്മൾ ഇത് എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് മാറ്റും. സോ 0.8 ഗ്രാം സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് ആക്കുമ്പോൾ 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആകും. സോ 800 ഇൻറ്റു ജി എത്രയാണ് നമുക്കറിയാം, 10 എടുക്കാം. വോളിയം എന്ന് പറയുന്ന 0.5 ആണ്. സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 4000 ന്യൂട്ടൺ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.